മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. ഈ ഗാനത്തിൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ സത്യൻ ചേട്ടൻ്റെ കഥാപാത്രം കൊച്ചു ത്രേസ്യയിലങ്ങ് ആഴത്തിൽ പതിച്ചു. മാത്തുക്കുട്ടിയച്ചായൻ്റെ കൊച്ചു ത്രേസ്യ, നമ്മുടെ ഷീലാമ്മ. ആകർഷകത്വം, മാനസികാഴം, ആത്മീയത നിറഞ്ഞ യാഥാർത്ഥ്യ അഭിനയം എന്നിവയ്ക്ക് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസയേറിയ കയ്യടി. ഷീലാമ്മയുടെ പ്രകടനത്തെ അന്ന് ഊർജത്തിൻ്റെ പൊതിയെന്നാണ് വിശേഷിപ്പിച്ചത്. ദീർഘകാല ഇടവേളയ്ക്ക് ശേഷമുള്ള ഷീലാമ്മയുടെ തിരിച്ചുവരവായിരുന്നു അത്. കൊച്ചു ത്രേസ്യ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരാളായി മാറുകയായിരുന്നു. ധനികയായ വിധവ, പണം മാത്രം നോക്കുന്ന മക്കൾ. ഹൃദയത്തിൽ ഇപ്പോഴും യുവതിയായ അവൾക്ക് ജീവിതത്തെ നന്നായി ആസ്വദിക്കാൻ അറിയാം. ആ തിയേറ്റർ സീൻ കണ്ടാൽ മനസ്സിലാവും ചെറുപ്പത്തിലെ ആ ഉന്മേഷം വീണ്ടെടുക്കൽ. പ്രായത്തിന് ഒരു പരിധിയുമില്ലെന്ന് കൊച്ചു ത്രേസ്യ അങ്ങ് തെളിയിച്ചു. കൊച്ചു ത്രേസ്യയ്ക്കും രജിക്കും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിൻ്റെ ഹൃദയം. രജിയിൽ അവൾ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ കണ്ടെത്തുന്നു. അത് സ്വന്തം കുഞ്ഞിനോടുള്ള ഒരുതരം വാത്സല്യമായി മാറുകയാണ് അവളിലേക്ക്. എത്ര രസകരമായി അമ്മച്ചിയെ രജി സ്നേഹിക്കുന്നു അല്ലേ? പ്രായത്തിൻ്റെ യൗവനത്തെ കൊച്ചു ത്രേസ്യ അങ്ങ് എടുത്തുകൊണ്ടുപോയി മനസ്സിൻ്റെ അക്കരയിലേക്ക്. കുറുമ്പും വാശിയും വേദനയും സ്നേഹവും അടക്കി പിടിച്ച് കൊമ്പനക്കാട്ടെ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ, അമ്മച്ചീന്നോ? ഇനി ആരും എന്നെ അങ്ങനെ വിളിക്കണ്ട വക്കീലേ. കടലാസൊക്കെ ശരിയാക്കി വെച്ചും പറഞ്ഞാ മതി. എവിടേക്കാന്ന് വെച്ചാ ഒപ്പിട്ടേക്കാം. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. കൊച്ചു ത്രേസ്യ വീണ്ടും യൗവനം സ്വപ്നം കാണുകയായിരുന്നു. ആ കൊച്ചുകുടിലിൽ രജിയുടെ അമ്മച്ചിയായി.